നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചെയ്യാതെ ഇങ്ങനെ മാറ്റി വെച്ചിരുന്ന ഒരു ടോപ്പിക്ക് അവസാനം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, ടഫായിട്ട് പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിത് ചെയ്യാതെ മാറ്റി വെച്ചതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെയ്തിട്ട് എവിടെയെങ്കിലും പാളിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഞാൻ ചെയ്യുമ്പോൾ അത് പാളിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏറിൽ പോകും. അമ്മാതിരി ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അത് ഈ ഒരു കാലഘട്ടത്തിലായതുകൊണ്ടാണ്. ഇപ്പോഴത്തെ ഒരു ക്രൗഡിനിടയിലേക്ക്, ഇപ്പോഴത്തെ ഒരു യൂത്തിനിടയിലേക്ക് ഈ ഒരു കാര്യം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഞാനൊന്ന് ട്രൈ ചെയ്യാം. നിങ്ങൾ കൂടുതൽ ആളുകൾ ഇതിൽ എതിരഭിപ്രായങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാണോ മാനോ ഇല്ലാതെ ഞാൻ വീഡിയോ മുക്കി കണ്ണം വഴി ഓടാനായിട്ട് റെഡിയാണ്. സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ അപ്പർ ബോഡി, എൻ്റെ സിക്സ് പാക്ക് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. ഇല്ല, സിക്സ് പാക്ക് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ തന്നെ എന്തൊരു സുഖം അത് പറഞ്ഞപ്പോഴത്തേന് അല്ലേ. ആ ഒരു സുഖത്തിൽ എൻ്റെ അപ്പർ ബോഡി ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഷെയർ ചെയ്യുകയാണ്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ എൻ്റെ ഡിസ്പ്ലേ പിക്ചറിൽ എല്ലാം ഈ ഒരു ഫോട്ടോ അങ്ങനെ ഇടുകയാണ്. മുഖത്തിനൊന്നും ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. ഞാൻ ആകാശത്തേക്കും താഴേക്കും ഒക്കെ നോക്കിയായിരിക്കും നിൽക്കുന്നത്. എൻ്റെ വിരിഞ്ഞ മാറിടമാണ് ഡിസ്പ്ലേ പിക്ചറിലും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതെന്താണ് സംഭവം? ഇതൊരു കൈൻഡ് ഓഫ് സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച് ആളുകൾ ഇംപ്രസ് ചെയ്യുകയാണ്. അങ്ങനെ ആളുകൾ ഇംപ്രസ് ചെയ്യാമെന്നുള്ള തോന്നൽ വരുന്നത് എവിടെ നിന്നാണ്? ഒന്ന് മീഡിയ. സിനിമ കാണുന്ന സമയത്ത് നമ്മുടെ ഹൃതിക് റോഷനും ഷാരൂഖ് ഖാനും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്, ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെയുള്ള മീഡിയയിൽ നിന്ന് നമുക്കറിയാം, കാലങ്ങളായിട്ട് നമ്മൾ പ്രിന്റ് അതേപോലെ തന്നെ വിഷ്വൽ മീഡിയ വഴി ഇത് ഇങ്ങനെ കാണുന്നുണ്ട്. ഇനി രണ്ടാമതായിട്ടുള്ള സംഭവം എങ്ങനെയാണ്? നമ്മുടെ ചുറ്റുപാടിൽ നിന്നൊക്കെ ആൾക്കാർ പറയും, ചേട്ടൻ്റെ വിരിഞ്ഞ മാറിടം കാണാൻ സൂപ്പറാണ് കേട്ടോ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഉത്സാഹമാണ്. ഓക്കെ, അന്നെങ്കിൽ ഒരു 10 പേരെ അങ്ങനെ കാണിച്ചേക്കാം. അതേപോലെ തന്നെ എന്നാ ബോഡിയാ ചേട്ടാ എന്ന് ജിമ്മിലുള്ള ഒരു അനിയൻ പറയുകയാണെങ്കിൽ അത് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ഈ കലാപരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ റീസൺ എന്തായിരിക്കും? ചുറ്റുപാടുകളിൽ നിന്ന് ചില അശരീരികളൊക്കെ കേൾക്കാറുണ്ട്. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ, അല്ലെങ്കിൽ കൂട്ടുകാരൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വേറൊരാൾ നമ്മളോട് പറയുന്നത്, കൂട്ടുകാരൻ്റെ കൂട്ടുകാരി പറഞ്ഞ ഒരു സാഹചര്യം. ചില പെൺകുട്ടികൾ നമ്മളെ നോക്കുന്നത്, ഇൻബോക്സിലെ പ്രൊപ്പോസൽ റിക്വസ്റ്റുകൾ, അവർ പറയുന്ന ചില കമൻറ്റുകൾ, അതിൽ നിന്ന് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അതും നമ്മൾക്ക് ഇത്തരത്തിൽ നമ്മുടെ ഏതെങ്കിലും ശരീരഭാഗത്തെ കുറിച്ചിട്ടോ ഫിസിക്കിനെ കുറിച്ചിട്ടോ പറഞ്ഞാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കലാപരിപാടിക്ക് മുതിരാനായിട്ട് നമുക്ക് പ്രചോദനമാവുന്ന ഒരു സംഗതിയാണ്. ഇത് എൻ്റെ ഒരു മെയിലിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ? ശരിയാണ്, സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ തന്നെയാണ്. അതിൻ്റെ ആവശ്യം എന്താണ്? അതേപോലെ തന്നെ അങ്ങനെയുള്ള ഫോട്ടോസ് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ശരിക്കും അങ്ങനെ സിക്സ് പാക്ക് വേണ്ട മനുഷ്യന് എല്ലാ ദിവസവും സ്വൈര്യമായിട്ട് ജീവിക്കാൻ വേണ്ടി. നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ്ലി കണക്റ്റ് ആയിട്ടുള്ള സംഗതിയൊന്നുമല്ല ഈ സിക്സ് പാക്ക്, ജിം, ബോഡി എന്നൊക്കെ പറയുന്നത്. ഹെൽത്ത് നമുക്ക് അതൊന്നും വെച്ചിട്ട് വിലയിരുത്താനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ശരിയാണോ? അല്ല. അത് കണ്ടിട്ട് കുറേയധികം ചെക്കന്മാർ വിചാരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സ് കാണുന്ന സമയത്ത് കുറേയധികം ചെക്കന്മാർ വിചാരിക്കും. അതേപോലെ കമൻറ്റ് ബോക്സിൽ പെൺകുട്ടികൾ വന്നിട്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾ വിചാരിക്കും, ഓക്കെ ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് അവർ വിചാരിക്കും. ശരിക്കും ആ ഒരു സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ, എൻ്റെ ശരീരമാണ്, ഞാനാണ് ഫോട്ടോ ഇട്ടത്, കാണുന്ന ആളെ ബാധിക്കത്തില്ല എന്നുള്ള തോന്നലിൽ ഞാൻ ചെയ്ത കാര്യമാണ്, ചിലപ്പോൾ ചില ആളുകളെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇതാണ് സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ്റെ ഒരു സൈഡ്. ഇനി സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരാം. ഇതാണ് വലിയ ഒരു ഏരിയ കേട്ടോ. കാരണം സ്ത്രീകൾ വരുന്ന സമയത്ത് പുരുഷന്മാരിൽ നിന്നും വലിയ ഡിഫറൻ്റ് ആണ് സ്ത്രീകളുടെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഷർട്ട് ഇല്ലാതെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, നീ പെണ്ണുങ്ങളെ കാണിക്കാല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്, അതേപോലെ തന്നെ നീ ഇങ്ങനെ ഷർട്ടില്ലാത്ത ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ സ്ത്രീകളൊക്കെ നിന്നെ റേപ്പ് ചെയ്യാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ഒരു തെറ്റും പറയാനില്ല എന്നൊക്കെ ആരെങ്കിലും പറയുമോ? പറയുമായിരിക്കും. വളരെ വിരളമായിട്ടുള്ള 1-2 കമൻറ്റുകൾ. പക്ഷേ സ്ത്രീകളുടെ ഒരു ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അവിടെ സ്ത്രീ അങ്ങനെയുള്ള ഒരു സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ അത് അതിക്രമത്തിനുള്ള ഒരു ലൈസൻസ് ആയിട്ട് ചില ആളുകൾ കണക്കാക്കും. ഇത് പുരുഷന്മാരെ കാണിക്കാനാണെന്നുള്ള രീതിയിൽ ചില ആളുകൾ കണക്കാക്കും. ആദ്യം പറഞ്ഞ ഒരു കേസിൽ നമ്മളവിടെ പുരുഷന്മാരെ കാണിക്കണോ അല്ലെങ്കിൽ സ്ത്രീകളെ കാണിക്കണോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു ചിന്തയും നമുക്ക് വരുന്നില്ല. നാട്ടുകാരെ കാണിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മളുടേത്. ഇനി സ്ത്രീകൾ ഇത്തരത്തിൽ അവരുടെ ഫിസിക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള, ബോഡി പാർട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ അപ്പർ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റ് അങ്ങനെയുള്ള കാര്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതെല്ലാം സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ അല്ല, അതെല്ലാം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും.
ഇല്ല, അതിലെല്ലാത്തിനെയും നമുക്ക് ഒബ്ജക്റ്റിഫിക്കേഷൻ അല്ല എന്ന് പറയാൻ പറ്റില്ല. മിക്കതും ഒബ്ജക്റ്റിഫിക്കേഷൻ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്, സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ. ഈ ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ ഒരു കാലത്ത് വന്നത് UK പോയിട്ടുള്ള ഒരു പെൺകുട്ടി, സബ്സ്ക്രൈബർ ആയിട്ടുള്ള പെൺകുട്ടിയുടെ എക്സ്പീരിയൻസിൽ നിന്നാണ്. പുള്ളിക്കാരി ഡെയിലി എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കും. പുള്ളിക്കാരി UK പോയി, +2 കഴിഞ്ഞിട്ടാണ് പോയത്, പഠിക്കാൻ വേണ്ടി പോയതാണ്. UK ചെന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പിടിച്ചു. നാട്ടിൽ നിന്ന് തന്നെ അങ്ങടേക്ക് ഉപയോഗിക്കാനായിട്ട് കുറേ ഡ്രസ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ ചില ആളുകൾ ഈ പെൺകുട്ടിയോട് പറഞ്ഞു, ഇതൊക്കെ ഇടുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, ഇത് നാട്ടിൽ നിന്ന് ഇങ്ങടേക്ക് കൊണ്ടുവന്നതാണ്, കാരണം നാട്ടിലൊന്നും ഇടാൻ പറ്റില്ലല്ലോ, എല്ലാവരും കമൻ്റൊക്കെ ചെയ്യില്ലേ എന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലിലേക്ക് മാറുന്നു. ഈ ഒരു പെൺകുട്ടിയോടും സ്റ്റൈൽ മാറ്റുന്നില്ലേ എന്നുള്ള ചോദ്യത്തിൽ നിന്നിട്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ റിക്വസ്റ്റിൻ്റെ ആദ്യ ഘട്ടം വരുന്നത്. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത്തിരി എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രമൊക്കെയാണ് ഇടുന്നത്, റിവീൽ ചെയ്യുന്നുണ്ട്, അവർ അവരുടെ നെക്ക് പോർഷൻ ഇറക്കി കട്ട് ചെയ്യുന്നു, അതേപോലെ തന്നെ അവരുടെ ടമ്മിസ് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള മെസ്സേജുകളാണ് ആദ്യം എനിക്ക് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതോ കുഗ്രാമവാസി UK പോയതുകൊണ്ടുള്ള തോന്നലുകൊണ്ടായിരിക്കും എന്നുള്ളത്. പക്ഷെ പിന്നീട് നമ്മൾ ഈ ഒരു ഏരിയയിൽ ചിന്തിക്കുന്നില്ലല്ലോ. പിന്നീട് ഇങ്ങനെ ചിന്തിച്ച് പുള്ളിക്കാരി ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരി വലിയൊരു പ്രഷർ എടുക്കുന്നുണ്ട്. കാരണം കൂടെയുള്ള ആൾക്കാർ എന്തോ പ്രഷർ ചെയ്യുന്നുണ്ട് ഇയാളുടെ ഡ്രസ്സിങ് സ്റ്റൈല് ശരിയല്ല, ഇയാൾ ഭയങ്കര കുഗ്രാമമാണ് എന്ന് ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ ഇയാളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ശരിക്കും സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ്റെ പരിധിയിൽ വരുന്ന പല ഡ്രസ്സിങ് സ്റ്റൈലുകളും അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ നിർബന്ധിതരാവുന്ന ഒരു കൂട്ടം പെൺകുട്ടികളുണ്ട്. ഇത് ഈ കാലഘട്ടത്തിന്റെ പ്രശ്നമാണോ? അല്ല, എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയൊക്കെ ഉണ്ട്. ഇതെല്ലാം ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇത് ഫ്രീഡമാണ്. ഡ്രസ്സിങ് എന്ന് പറയുന്ന ഒരാളുടെ ഫ്രീഡമാണ്. പക്ഷെ ആ ഒരു ഫ്രീഡം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളുടെ ആ ഒരു കംഫർട്ടിനും നമ്മളുടെ ആ ഒരു ടേസ്റ്റിനും വിരുദ്ധമായിട്ട് കാലഘട്ടത്തിൽ ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ഇതാണ് ട്രെൻഡ്, ഇതാണ് സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോഴത്തേന് അത് നമ്മളെ ആരെങ്കിലും നിർബന്ധിച്ച് എടുപ്പിക്കുന്ന ഒരു ആവിഷ്കാരമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇതിന്റെ കൂടെ ഒന്നും മറ്റവന്മാരെ അവളുമാരെ ഒന്നും അടുപ്പിക്കരുത് കേട്ടോ. ആരാന്നറിയത്തില്ലേ, ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ വന്ന് കമന്റ് അടിക്കുന്ന ടീമുകളെ അടുപ്പിക്കരുത്. ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഈ സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്ന ആ ഒരു സാധനത്തിൽ സ്റ്റിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗോവ, അതേപോലെ തന്നെ ബീച്ചുകൾ, കേരളത്തിന് പുറത്തുള്ള ബീച്ചുകൾ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ബീച്ചുകൾ, അവിടെ പോകുമ്പോഴത്തേന് ഇന്ന വസ്ത്രം ധരിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണമെന്ന് ചില ആളുകൾക്ക് ഒരു ചിന്തയുണ്ട്. ഞാൻ ഈ ഓൺലൈൻ ഫോറത്തിലൊക്കെ വായിക്കുന്നതാണ്. അതെന്തുകൊണ്ടാണ് വരുന്നത്? ആ ഒരു ഫോറത്തിൽ ഒരു കമന്റിൽ ഞാൻ വായിച്ചതാണ്. ഒരു നോർത്ത് ഇന്ത്യൻ യുവതി ഗോവയിൽ വന്നിട്ട് അദ്ദേഹം ഈ ബിക്കിനിയൊക്കെ ട്രൈ ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷെ പുള്ളിക്കാർ പറഞ്ഞത് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് അത് ധരിച്ചത്, ഞാൻ തീരെ കംഫർട്ടബിൾ ആയിരുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് പുള്ളിക്കാരെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിലേക്ക് ഇട്ടത്? അത് ഞാൻ പറഞ്ഞ നമ്മൾ മീഡിയയിൽ കേട്ട ആളുകൾ പറഞ്ഞ അവരുടെ റിക്വയർമെന്റിനനുസരിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില പരിപാടികളിലേക്കും ഇത് പോവാറുണ്ട്. ഇത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതിൻ്റെ ചില ഏരിയകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ക്വൈറ്റ് നാച്ചുറൽ. നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ്റെ എക്സാമ്പിൾസിലേക്ക് പോകാം, അല്ലെങ്കിൽ അതായിരിക്കും എളുപ്പം. ഈ അഞ്ജിത നായർ യൂട്യൂബ് ചാനൽ സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ്. തമ്പനയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബെസ്റ്റ് എക്സാമ്പിളാണ്. അത് ആളുടെ ഇഷ്ടത്തിൽ അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനിൽ ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്നുള്ളത് പുള്ളിക്കാരിയുടെ ഒരു ഇൻ്റർവ്യൂ കേൾക്കുന്ന സമയത്തും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, കാരണം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. പുള്ളിക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അവർ കൂടുതൽ വ്യൂവേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാണ് എന്ന് പല ഇടത്തും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷനാണ്. ഈ സൗത്ത് ഇന്ത്യൻ സിനിമകളിലൊക്കെ ഒരു കാലത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയായിരുന്നു ഐറ്റം ഡാൻസുകൾ. അവിടെ പലപ്പോഴും സ്ത്രീകളുടെ ഡാൻസ് മൂവ്മെൻറ്റുകൾ നമുക്ക് പലപ്പോഴും ഈ ഒബ്ജക്റ്റിഫിക്കേഷൻ്റെ ലെവലിലേക്ക് വരുന്നത് കാണാൻ പറ്റും. ഞാനിത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഞാൻ മുന്നേ ആഡ് ചെയ്യാത്ത ഒരു സംഗതിയും കൂടെ പറയാം. ഈ റിവീലിംഗ് ആയിട്ടുള്ള ഡ്രസ്സുകൾ എന്ന ആളുകൾ പറയുന്ന ഡ്രസ്സുകൾ ധരിക്കുന്നതിന് മറ്റൊരു കാരണം അവിടെ ഉണ്ട്. ആദ്യം ഞാൻ പറഞ്ഞ കാരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്ത്രീകളിലും പുരുഷന്മാരിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു കാരണമുണ്ട്. അതെന്താണ്? ആളുകൾ പറയുന്ന നോ, അവർ നമ്മളെ തടയുന്ന ചില കാര്യങ്ങൾ, നമ്മളെ പൂട്ടിയിടുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ അതിനോടുള്ള ഒരു വിയോജിപ്പായിട്ട്, ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമായിട്ട് നമ്മൾ കുറച്ച് റിവീലിംഗ് ആയിട്ട് ഡ്രസ്സ് ധരിക്കാറുണ്ട്. പോയൊരു ഷർട്ട് എടുത്തിടുക എന്ന് വീട്ടിൽ അമ്മ ചെക്കന്മാരോട് പറയുന്ന സമയത്ത് അവർ പലപ്പോഴും അത് അനുസരിക്കാറില്ല. അപ്പോൾ അങ്ങനെ കേൾക്കുന്ന ചെക്കന്മാർ സ്ഥിരമായിട്ട് ഷർട്ട് ഇടാതെ നടക്കുന്ന ആളുകളായിരിക്കും. അതേപോലെ തന്നെയാണ് സ്ത്രീകളുടെ കാര്യത്തിലും. പിന്നെ UK എക്സാമ്പിൾ മുന്നേ പറഞ്ഞതുപോലെ ഓരോ നാടിനും വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറാണ്. ഇപ്പോൾ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ്, ഇപ്പോൾ വെസ്റ്റിലുള്ള എല്ലാ ആൾക്കാരും
നമ്മളുടെ മീഡിയ കാണിച്ചു തരുന്നത് പോലെയുള്ള വെസ്റ്റേൺ വസ്ത്രങ്ങൾ മാത്രം ധരിക്കുന്ന ആൾക്കാരാണോ? അല്ല. അവിടെയും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കോമൺ ആയിട്ട് വസ്ത്രങ്ങൾ ധരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അവിടെ ഈ സമ്മർ വരുന്ന സമയത്ത് സമ്മർ ഫാഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഭയങ്കര 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 ചൂടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ക്ലോത്ത്സ് അവർ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ എല്ലാം മനസ്സിലാക്കേണ്ടത്, കൺക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം, അത് റിവീലിംഗ് ഓർ നോട്ട്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം, അതാണ് നിങ്ങളുടെ വസ്ത്രം. ഈ ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മളുടെ ചോയ്സുകൾ നമ്മൾ എടുക്കണം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം നെക്ക് ഇറങ്ങിയിട്ടുള്ള ഭയങ്കര ക്രോപ്പായിട്ടുള്ള ടോപ്പാണ് എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ വസ്ത്രം. ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ശരീരഭാഗം പ്രൊജക്റ്റ് ചെയ്യാനായിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, കംഫർട്ട് എന്ന് പറയുന്ന ഒരു കാര്യം മാറ്റി നിർത്തിയിട്ട് പ്രൊജക്റ്റ് ചെയ്യാനായിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒബ്ജക്റ്റിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസിന്റെ റിവീലിംഗ് എന്ന് നമ്മൾ വിളിക്കുന്ന ഡ്രസ്സുകളെല്ലാം ഒരു ഫ്രീഡത്തിന്റെ രാഷ്ട്രീയം പറയുന്ന ഡ്രസ്സുകളായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനകത്തൊക്കെ പ്യുവറായിട്ടുള്ള മാർക്കറ്റിംഗ് ഗിമിക്സ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷന്റെ പരിധിയിലേക്കൊക്കെ വരുന്നത് പോലെയും നമുക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്തെല്ലാം നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പം കുറേയധികം ആൾക്കാർ പറയുകയാണ്, ഞങ്ങൾക്ക് പർദ്ദയാണ് ഭയങ്കര കംഫർട്ടബിൾ. ആയിക്കോട്ടെ, വേറെ ആരും നിർബന്ധിക്കാൻ വരാതിരുന്നാൽ മതി, അല്ലെങ്കിൽ അത് മികച്ചതാണ് എന്ന് മൊഴിയാതിരുന്നാൽ മതി. അത് എല്ലാ ആൾക്കാരും ധരിക്കണമെന്ന് ഉള്ള ആ ഒരു ഐരാവതം ഇറക്കാതിരുന്നാൽ മതി. അത് ആരും ഇറക്കേണ്ട ആവശ്യമില്ല. നീ കുഗ്രാമവാസിയാണ്, നീ UK വന്നിട്ട് ഈ വസ്ത്രമാണോ ധരിക്കുന്നത് എന്ന് സ്വയം മോഡേൺ എന്ന് തോന്നിപ്പിക്കുന്ന വസ്ത്രമിടുന്ന ഒരാൾ, അയാളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. തിരിച്ച് നീ UK വന്നപ്പോഴത്തേന് ആളാകെ മാറിയല്ലോ, നീ എല്ലാം കാണിച്ചുകൊണ്ടല്ലേ നടക്കുന്നത് എന്ന് തിരിച്ചും ചോദിക്കേണ്ടതില്ല. നമ്മൾ ഇതിനകത്തെ ഈ ഒരു സംഭവമൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിനകത്തെ ഒരു ടോട്ടൽ സാധനം മനസ്സിലാക്കി വെച്ചിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് അത് അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ നാണാണ് എനിക്ക് ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ റിവീലിംഗ് ആയിട്ട് ധരിച്ചുകൊണ്ട് നടക്കാനെന്ന് വിചാരിക്കുന്ന ഒരു ചെങ്ങായി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയുള്ള നാണക്കാരിയായിട്ടുള്ള ഒരു പെണ്ണിനെ നോക്കിക്കോ. ആർക്കും പരാതിയൊന്നും ഇല്ലല്ലോ. നമ്മൾ ആരെയും ഇടിപ്പിക്കാനായിട്ടോ ആരെയും മഴിപ്പിക്കാനായിട്ടോ അത് നോക്കി കമൻ്റ് അടിക്കാനായിട്ടോ പോവാതിരിക്കുക എന്നുള്ളതാണ് മാന്യത. ഇവിടെയുള്ള കുറേ എണ്ണം ഉണ്ടല്ലോ, മറ്റേ ഏതെങ്കിലും ഡ്രസ്സ് കാണുന്ന സമയത്ത് കമൻ്റ് അടിക്കാനായിട്ട് നടക്കുന്ന ആൾക്കാർ. അവരെപ്പോലുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഒബ്ജക്റ്റിഫിക്കേഷൻ മെയിനായിട്ട് തന്നെ നടക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ വന്നിട്ട് തെറി പറഞ്ഞും ഉപദേശിച്ചും ഒക്കെ നിന്ന് ഇങ്ങനെ കണ്ട് ആസ്വദിക്കും. അങ്ങനെയുള്ള സദാചാരം വിളമ്പുന്ന ആളുകൾക്കിടയിൽ കച്ചവടം ചെയ്യപ്പെടുന്ന ശരീരഭാഗങ്ങളും ഉണ്ട് കേട്ടോ. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ. നമ്മളെ വേറൊരു ഒബ്ജക്റ്റായിട്ട് നമ്മൾ എവിടെയും പ്ലേസ് ചെയ്യാതിരിക്കുക. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണ്. ആദ്യമൊക്കെ നമുക്കൊരു രസമായിട്ടൊക്കെ തോന്നും, പക്ഷെ പിന്നീട് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളുടെ സൈക്കോളജിക്കലി നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണത്. അത് കുറേയധികം പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ള കുറേ സംഭവമുണ്ട്. അതിനെക്കുറിച്ചൊരു സ്ക്രീൻഷോട്ട് ആഡ് ചെയ്തേക്കാം, എൻ്റെ മൈൻഡിൽ വരുന്നില്ല. അപ്പം അങ്ങനെയുള്ള സംഗതി ഉണ്ട്. നമ്മൾ വെറുതെ നിന്നു കൊടുക്കാതെ ഇരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പറയാനായിട്ടുള്ളത്. എയറിലേക്കാണെന്നുണ്ടെങ്കിൽ ടാറ്റ. ഈ ഒരു കാലത്ത് ഇതൊക്കെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടഫാണ് കേട്ടോ. തണ്ട വൈവാണെന്നൊക്കെ ആൾക്കാർ പറയും. നന്ദി.